ഈ തരിശ് തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ തേങ്ങയേക്കാൾ വലിപ്പം കുറഞ്ഞ് ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ചകിരി പൊട്ടിയതായിരിക്കും. അതിനകത്ത് കൊപ്രയോ വെള്ളമോ ഒന്നും ഉണ്ടാവില്ല. യാതൊരു ഉപയോഗവും ഇല്ലാത്ത തേങ്ങയായിട്ടാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പല കർഷകരും ചോദിക്കാറുണ്ട്. സാധാരണ ഈ 2-3 കാരണങ്ങൾ കൊണ്ടാണ് പേട്ട് തേങ്ങയുടെ ഉൽപ്പാദനം ഉണ്ടാകുന്നത്. ഒന്ന്, പരാഗണം മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ട്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അപാകത, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന തോട്ടങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ നമുക്ക് ജലസേചനം നൽകാൻ കഴിയില്ലെങ്കിൽ ചകിരി കുഴിച്ചിട്ട് മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം ചകിരി വലിച്ചെടുത്ത് വേനൽക്കാലത്ത് തെങ്ങിന് വിട്ടുകൊടുക്കുന്ന ചകിരി ഹസ്ക് പെറിയൽ അല്ലെങ്കിൽ ചകിരി കുഴിച്ചിട്ടും കൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അപാകത ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് കഴിയും. പിന്നെ ചില മൂലകങ്ങളുടെ അപാകത, പ്രത്യേകിച്ച് പൊട്ടാഷ്, ബോറോൺ മുതലായ മൂലകങ്ങളുടെ അഭാവം. ഇത് ഒഴിവാക്കാനായിട്ട് 2 കിലോ മുതൽ 3 കിലോ പൊട്ടാഷ് ഒരു തെങ്ങിന് എന്ന തോതിൽ 3-4 പ്രാവശ്യമായിട്ട് ഒരു വർഷത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടാതെ 200 ഗ്രാം ബോറോൺ, 200 ഗ്രാം സൾഫർ, ഇത് രണ്ടും നമുക്ക് പല പ്രാവശ്യമായിട്ട് തെങ്ങിന് ഒരു വർഷത്തിൽ ഇട്ട് കൊടുക്കുന്നത് മൂലകങ്ങളുടെ അപാകത കുറച്ച് കൊണ്ടുവരുന്നതിനും മാത്രമല്ല പേട്ട് തേങ്ങകളുടെ ഉൽപ്പാദനം ഇല്ലാതാക്കുന്നതിനും സഹായകരമായി മാറിക്കും.